ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഗ് റൈസ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഞാൻ എന്താ ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് ആദ്യം ഇടുന്നത് പച്ചമുളകാണ്. ഞാൻ ഒരു അല്ലി പച്ചമുളകാണ് എടുത്തുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. അപ്പോൾ നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യണം. പിന്നെ ആവശ്യം നമുക്ക് തക്കാളിയാണ്. അപ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ആകുമ്പോൾ നമുക്ക് കുറച്ചിട്ടാൽ മതിയാവും. നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് അല്പം മല്ലിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ട അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും. എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്